നടൻ ടൊവിനോ തോമസിനെ നായകനാക്കി ജിതൻലാൽ സംവിധാനം ചെയ്ത അജയന്റെ രണ്ടാം മോഷണം മലയാള സിനിമയ്ക്ക് അഭിമാനമാകുന്നു. ഗോവയിൽ നടക്കുന്ന 56ാമത് ഇന്ത്യൻ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ചിത്രം. നടൻ ടൊവിനോ തോമസിനെ നായകനാക്കി നവാഗതനായ ജിതൻലാൽ സംവിധാനം ചെയ്ത ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം. ഗോവയിൽ നടക്കുന്ന 56ാമത് ഇന്ത്യൻ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലേക്ക് അജയന്റെ രണ്ടാം മോഷണം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും ഈ വിഭാഗത്തിൽ മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട 5 സിനിമകളുടെ കൂട്ടത്തിൽ ഇടം നേടിയ ഒരേയൊരു ചിത്രം മലയാള ചിത്രം കൂടിയാണ് ARM എന്നതും ശ്രദ്ധേയമാണ്. നവംബർ 20 മുതൽ 28 വരെയാണ് ഗോവയിൽ ഫെസ്റ്റിവൽ അരങ്ങേറുന്നത്. ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ നവാഗത സംവിധായകനുള്ള ഫീച്ചർ ഫിലിം വിഭാഗത്തിലാണ് അജയന്റെ രണ്ടാം മോഷണം മത്സരിക്കുന്നത്. ഈ നേട്ടം സംവിധായകൻ ജിതൻലാലിന് വലിയൊരു അംഗീകാരമാണ്. നേരത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിലും 3 പുരസ്കാരങ്ങൾ നേടിയ ചിത്രം അവിടെയും നവാഗത സംവിധായകനുള്ള പുരസ്കാരത്തിലൂടെ ശ്രദ്ധ നേടിയിരുന്നു. കഴിഞ്ഞ ഓണക്കാലത്ത് തിയേറ്ററുകളിലെത്തി 100 കോടി ക്ലബിൽ ഇടം നേടിയ ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ ടൊവിനോ തോമസ് 3 റോളുകളിലാണ് എത്തിയത്. ഇതിലെ മണിയൻ എന്ന കള്ളൻ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കൂടാതെ ഈ ചിത്രത്തിലെ പ്രകടനത്തിലൂടെ ടൊവിനോയ്ക്ക് ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരവും ലഭിച്ചു. ടൊവിനോ ചിത്രത്തിനു പുറമെ മോഹൻലാൽ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരുമെന്ന സിനിമയും ഇന്ത്യൻ പനോരമ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 3 ഘട്ടങ്ങളുടെ കഥ പറയുന്ന അജയന്റെ രണ്ടാം മോഷണം മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്കു, കന്നഡ എന്നിങ്ങനെ 5 ഭാഷകളിലാണ് അന്ന് തിയേറ്ററുകളിൽ എത്തിയത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.